ഡോക്ടർ നസീഫ്, കാലുകളിലുള്ള രക്തക്കുഴലുകൾ വീർത്ത് വരുന്ന വെരിക്കോസ് വെയിൻ എന്ന രോഗം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പുരുഷനിലെ വൃഷണത്തിലുള്ള രക്തക്കുഴലുകൾ വീർത്ത് വരുന്ന രോഗത്തിനെയാണ് വെരിക്കോസീൽ എന്ന് പറയുന്നത്. ഏകദേശം 15 മുതൽ 20% വരെ പുരുഷന്മാരിലും ഇത് കണ്ടുവരുന്നുണ്ട്. പുരുഷവന്ധ്യയുടെ ഒരു പ്രധാന കാരണം കൂടിയാണ് വെരിക്കോസീൽ. പുരുഷ വൃഷണത്തിലെ വെയിനുകളുടെ പ്രധാന ഫംഗ്ഷന് അശുദ്ധ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വെരിക്കോസ് വെയിനും കാരണമായി വരുന്നത് രക്തക്കുഴലുകളുടെ വാൽവുകളുടെ പ്രവർത്തന തകരാറ്, വൃഷണത്തിലുള്ള രക്തക്കുഴലുകളിൽ രക്തം കെട്ടി നിൽക്കുന്നത്, ചില സന്ദർഭങ്ങളിൽ വയറിലുണ്ടാകുന്ന മുഴയുടെ ഫലമായിട്ട് രക്തധമനികളുടെ പ്രവർത്തന സഞ്ചാരത്തെ ബാധിക്കുകയും ഇത് വെരിക്കോസ് വെയിന് കാരണമായി വരുകയും ചെയ്യുന്നതാണ്. ഇടത് റീനൽ വെയിനിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം, ഹോർമോൺ വ്യതിയാനം ഇവയൊക്കെ വെരിക്കോസ് വെയിൻ്റെ മറ്റു പല കാരണങ്ങളും കൂടിയാണ്. വെരിക്കോസ് വെയിന് മിക്കവരിലും പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുക തന്നെയില്ല. എന്നാൽ ചിലരിൽ അത് ചെറിയ രീതിയിലുള്ള തടിപ്പ്, വൃഷണത്തിനുണ്ടാകുന്ന വേദന ഇവയൊക്കെ കണ്ടുവരാറുണ്ട്. മിക്കവരിലും വെരിക്കോസ് വെയിൻ ഉള്ളത് തിരിച്ചറിയുന്നത് വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായിട്ട് ഡോക്ടറെ കാണിക്കുമ്പോൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് വെരിക്കോസിലുള്ളവരിൽ വന്ധ്യത ഉണ്ടാകുന്നതെന്ന് നോക്കാം. പുരുഷ ബീജത്തിൻ്റെ ഉൽപ്പാദനത്തിന് സാധാരണയായി ശരീര താപനിലയേക്കാൾ കുറഞ്ഞ താപനിലയാണ് ഉത്തമം. വൃഷണത്തിൻ്റെ താപനില ശരീര താപനിലയേക്കാൾ കുറഞ്ഞു നിൽക്കുന്നതിന് സഹായിക്കുന്നത് പാപ്പിനിപ്പോം ഫ്ലക്സസ് എന്ന രക്തക്കുഴലുകളാണ്. എന്നാൽ വെരിക്കോസിൽ വന്നവർക്ക് ഈ പാപ്പിനിപ്പോം ഫ്ലക്സസ് എന്ന രക്തക്കുഴലുകൾ വീർത്തിരിക്കുകയും അതിൻ്റെ പ്രവർത്തന തകരാറ് സംഭവിക്കുകയും ചെയ്യുന്നത് മൂലം ശരീരത്തിൻ്റെ താപനിലയേക്കാൾ കുറഞ്ഞ രീതിയിൽ താപനില കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയാതെ വരും. ഇത് പുരുഷ ബീജത്തിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി വെരിക്കോസിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് വൃഷണത്തിന് ഉണ്ടാകുന്ന വീക്കം, വേദന, വൃഷണത്തിലുണ്ടാകുന്ന രക്തക്കുഴലുകൾ വീർത്തിരിക്കുക, അതുപോലെ USG സ്കാനിങ് വഴി വെരിക്കോസിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയാവുന്നതാണ്. സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി പലരും ശ്രദ്ധിക്കാറില്ല. വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായി ഡോക്ടറെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ പുരുഷ ബീജത്തിൻ്റെ അളവിൽ കുറവ് തുടങ്ങിയവയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പലരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുകയും വെരിക്കോസിൽ തന്നെയാണോ എന്നത് പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്.